ശ്രീ മുരളി പെരുന്നള്ളി. സർ, വനത്തിൽ നിന്ന് നാട്ടിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് പ്രതിരോധിക്കാൻ സർക്കാർ നല്ലപോലെ ഇടപെടുകയാണ്. സർ, പല്ലും നഖവും കൊഴിഞ്ഞ് ആക്രമിക്കാൻ കെൽപ്പില്ലാതെ പബ്ലിസിറ്റിക്കായി കോപ്രായങ്ങൾ കാണിക്കുന്ന ശല്യമൃഗങ്ങൾ സഭയ്ക്കകത്ത് കയറി വരുന്നത് തടയണം സർ. സർ, ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്നത് കേരളത്തിൻ്റെ ഒരു മാതൃക തന്നെയാണ്. കേരളത്തിൻ്റെ പശ്ചാത്തല വികസന മേഖലയിൽ റെയിൽവേ ഓവർ ബ്രിഡ്ജുകളുടെ നിർമ്മാണം ഏത് തരത്തിലുള്ള മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വകുപ്പ് വിലയിരുത്തിയിട്ടുണ്ടോ എങ്കിൽ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? സർ, നിലവിൽ കാരിത്താസ്, മുളന്തുരുത്തി, തിരൂർ ROB എന്നിവ ഈ നിലയിലുള്ള 3 പദ്ധതികളായിരുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഈ 3 പദ്ധതികളും പൂർത്തീകരിച്ചു. പ്രത്യേകമായി തുക വകയിരുത്തിയാണ് 3 പദ്ധതികളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. സർ, തിരൂർ നിയോജക മണ്ഡലത്തിലെ പൊന്മുണ്ടം ബൈപ്പാസ് ROBയും യാഥാർത്ഥ്യമാക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചു. സർ, ഇതിനായി 33 കോടി രൂപയാണ് അനുവദിച്ചത്. അവിടെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. തിരൂര് MLA സമരത്തിലാണ്, അല്ലെങ്കിൽ അദ്ദേഹം ബെഞ്ചിലായിരുന്നെങ്കിൽ ഇപ്പോൾ ബെഞ്ച് അടിച്ചതിനെ പിന്തുണക്കുമായിരുന്നു. സർ, ഇതിനായി 33 കോടി രൂപയാണ് LDF സർക്കാർ അനുവദിച്ചത്. അവിടെ പ്രവൃത്തി ഇപ്പോൾ ആരംഭിച്ചു. പാവങ്ങോട് ROB ശ്രീ തോട്ടത്തിൽ രവീന്ദ്ര MLA ഉണ്ട്, അദ്ദേഹം തുടർച്ചയായി ഇടപെടുന്ന വിഷയമാണ്. പാവങ്ങാട് ROB പ്രവൃത്തി ടെൻഡറിംഗ് ഘട്ടത്തിലാണെന്നുള്ള സന്തോഷ വിവരം ഈ സഭയെ അറിയിക്കുകയാണ്. സർ.